PLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ DNA-യുടെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. DNA ആദ്യമായിട്ട് കണ്ടെത്തുന്നത് ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. 1869 അദ്ദേഹം WBC സെൽസിൽ, വൈറ്റ് ബ്ലഡ് കോർപ്പസൽസിൽ നിന്നും അദ്ദേഹം ഫോസ്ഫേറ്റ് റിച്ച് ആയിട്ടുള്ള ധാരാളം കെമിക്കൽസിനെ അദ്ദേഹം ഐസൊലേറ്റ് ചെയ്തെടുത്തു. ആ ഐസൊലേറ്റ് എടുത്ത കെമിക്കൽസിനെ അദ്ദേഹം വിളിച്ച പേര് ന്യൂക്ലൈൻ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചിരുന്നത്. അതാണ് പിന്നീട് ന്യൂക്ലിക് ആസിഡ് എന്ന പേരിലേക്ക് മാറ്റപ്പെട്ടത്. DNA was first identified by Frederick Meyscher in 1869. He named it as nuclein. പിന്നീട് 1953 ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ, നമ്മൾ ഷോർട്ട് ഫോമിൽ വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാണ് നമ്മൾ പറയാറുള്ളത്. 1953 ഈ രണ്ട് സയൻറ്റിസ്റ്റുമാരാണ് നമ്മൾ ഇന്ന് പടത്തിൽ കാണുന്ന DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യുന്നത്. 1953 James Watson and Francis Crick proposed a very simple but famous double helix model for the structure of DNA. ഈ പടത്തിൽ കാണുന്ന DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുന്നത് ഈ രണ്ട് സയൻറ്റിസ്റ്റുമാരാണ്, ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക്. വാട്സണും ക്രിക്കും DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്സ് മോഡൽ പ്രപ്പോസ് ചെയ്തത് ഈ ചിത്രത്തിൽ കാണുന്ന മൗറിസ് വിൽക്കിൻസ്, റോസലിൻഡ് ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്ന ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ നടത്തിയ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയുടെ ഫലമായിട്ട് കിട്ടിയ റിസൾട്ടിൽ നിന്നാണ്. എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡിയിൽ നിന്നും കിട്ടിയ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. DNA-യുടെ ഒരു ഇമേജാണ്, ഡിഫ്രാക്ഷൻ ഇമേജാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഇമേജ് വഴി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയിൽ നിന്നും കിട്ടിയ ഒരു ഡേറ്റ വെച്ചുകൊണ്ടാണ് വാട്സൺ, ക്രിക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാർ അവർ DNA-യുടെ ഈ ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ അവർ പ്രപ്പോസ് ചെയ്തത്. എക്സ്റേ ഡിഫ്രാക്ഷൻ ഡേറ്റ പ്രൊഡ്യൂസ് ചെയ്ത സയൻറ്റിസ്റ്റുമാരുടെ പേര് ഓർക്കുക, മൗറിസ് വിൽക്കിൻസ് ആൻഡ് റോസലിൻഡ് ഫ്രാങ്ക്ലിൻ. ഈ രണ്ട് സയൻറ്റിസ്റ്റുമാർ എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡീസ് നടത്തി. അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വാട്സണും ക്രിക്കും DNA-യുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്തത്. പിന്നെ മറ്റൊന്ന്, ഈ DNA-യുടെ ബേസ് പെയർ, അത് വാട്സൺ, ക്രിക്ക് പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിൻ്റെ മറ്റൊരു ഹാൾമാർക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രപ്പോസിഷൻ ആയിരുന്നു DNA-യിലെ ബേസ് പെയറിങ്. അതായത് സൈറ്റോസിൻ ഗ്വാനൈനുമായിട്ട് ട്രിപ്പിൾ ബോണ്ട് കൊണ്ട് പെയർ ചെയ്യുന്നു, തൈമിൻ അഡിനുമായിട്ട് ഡബിൾ ബോണ്ട് കൊണ്ട് പെയർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നൈട്രജൻ ബേസുകളുടെ ഈ ഒരു പെയറിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിന് വാട്സണും ക്രിക്കും പ്രപ്പോസ് ചെയ്യാൻ ഉള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റൂളാണ് ചർഗാഫ്സ് റൂൾ എന്ന് പറയുന്നത്. ചർഗാഫ്സ് റൂൾ. അപ്പോൾ അതായത് ഈ ഒരു പ്രപ്പോസിഷൻ വഴി ചർഗാഫ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് DNA-യിൽ ഉള്ള നൈട്രജൻ ബേസുകളിൽ അഡിനൈൻ്റെ എണ്ണവും തൈമിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഗോനൈൻ്റെ എണ്ണവും സൈറ്റോസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും. ദ പ്രപ്പോസിഷൻ വാസ് ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ ഓഫ് ഇർവിൻ ചർഗാഫ് ദാറ്റ് ഫോർ എ ഡബിൾ സ്ട്രാൻഡഡ് DNA the ratios between adenine and thymine and guanine and cytosine are constant and equal. അഡിനൈൻ, തൈമിൻ തങ്ങളിലുള്ള എണ്ണത്തിൻ്റെ റേഷ്യോ എപ്പോഴും 1:1 ആയിരിക്കും. ഗ്വാനിനും സൈറ്റോസിനും തമ്മിലുള്ള എണ്ണവും എപ്പോഴും 1:1 ആയിരിക്കും. ഇതായിരുന്നു ചർഗാഫ്സിൻ്റെ മെയിനായിട്ടുള്ള പ്രപ്പോസിഷൻ. അഡിനൈൻ ഈസ് ഈക്വൽ ടു തൈമിൻ, ഗോനൈൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ. നേരത്തെ മനസ്സിലാക്കിയതാണ്. അഡിനൈൻ, ഗോനൈൻ എന്ന് പറയുന്ന ഈ രണ്ട് നൈട്രജൻ ബേസുകളും പ്യൂറൈൻസ് എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. തൈമിൻ, സൈറ്റോസിൻ എന്നിവ പിരമിഡൈൻസിൻ്റെ കെമിക്കൽ കോമ്പൗണ്ട്സിൻ്റെ കാറ്റഗറിയിൽ വരുന്നുണ്ട്. ദാറ്റ് മീൻസ്
പ്യൂറൈൻസ് ഈസ് ഈക്വൽ ടു പിരമിഡൈൻസ്. പ്യൂറൈൻസിൻ്റെ എണ്ണവും പിരമിഡൈൻസിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ചർഗാഫ്സ് റൂളിൻ്റെ മെയിനായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. വാട്സൺ, ക്രിക്ക് എന്ന് പറയുന്ന രണ്ട് സയൻറ്റിസ്റ്റുമാർ DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാൻ പ്രധാനമായിട്ടും അവർക്ക് സഹായകമായിട്ടുള്ളത് രണ്ട് കണ്ടുപിടുത്തങ്ങളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ ഫ്രെഡറിക് മെയ്ഷർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ന്യൂക്ലൈൻ എന്നുള്ള കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത്, അതായത് ഫോസ്ഫേറ്റ് റെസിഡ്യൂസ് സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്ത് ധാരാളമായിട്ട് കാണുന്നു എന്നുള്ള ആ കണ്ടെത്തൽ. അതുപോലെ തന്നെ ചർഗാഫ്സിൻ്റെ നൈട്രജൻ ബേസസിൻ്റെ റേഷ്യോസിൻ്റെ കണ്ടെത്തൽ, അഡിനൈൻ ഈസ് ഈക്വൽ ടു തൈമിൻ, ഗുവാനൈൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ എന്നുള്ള ഈ രണ്ട് കണ്ടെത്തലും DNA-യുടെ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ നമ്മുടെ വാട്സൺ, ക്രിക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റുമാർക്ക് ഇത് കാരണം സാധിച്ചു. ഇനി അവർ പ്രപ്പോസ് ചെയ്ത ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിൻ്റെ പ്രധാനപ്പെട്ട സാലിയൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ ഹെലിക്സ് സ്ട്രക്ചർ ഓഫ് DNA-യിൽ ഒന്നാമത്തെ സാലിയൻറ്റ് ഫീച്ചർ നോക്കാം. ഇറ്റ് ഈസ് മേഡ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. DNA ഫോം ചെയ്തിരിക്കുന്നത് 2 പോളിന്യൂക്ലിയോറ്റൈഡ് ചെയിൻസ് ചേർന്നാണ് DNA-യുടെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. അത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂൾ ചേർന്നാണ് DNA-യുടെ ഈ ബാക്ക്ബോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ദ ബേസസ് പ്രൊജക്റ്റ് ഇൻസൈഡ്. അപ്പോൾ ഈ ഒരു ബാക്ക്ബോണിൻ്റെ അകത്തേക്കാണ് നൈട്രജൻ ബേസുകൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ സാലിയൻറ്റ് ഫീച്ചർ. ഇറ്റ് ഈസ് മേഡ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. രണ്ടാമത്തെ ഫീച്ചറിലേക്ക് വരാം. The 2 chains have anti-parallel polarity. It means if one chain has the polarity 5' to 3', the other has 3' to 5'. നേരത്തെ മനസ്സിലാക്കിയതാണ്. DNA-യുടെ ഒരു സ്ട്രാൻഡിൽ ഒരറ്റത്ത് ഫ്രീ ആയിട്ട് ഒരു 5ാമത്തെ കാർബൺ ആറ്റത്തിൽ ഡിയോക്സി റൈബോസ് ഷുഗറിൻ്റെ 5ാമത്തെ കാർബൺ ആറ്റത്തിൽ ഫ്രീ ആയിട്ട് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. ഇതിൻ്റെ എതിർവശത്തുള്ള എൻഡിൽ 3ാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ അവിടെ ഫ്രീ ആയിട്ടൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 5' എൻഡ് എന്ന് വിളിക്കുന്നു. OH ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് കാണുന്ന എൻഡിനെ 3' എൻഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ DNA-യുടെ ഒരു സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 5'ൽ നിന്നും 3'ലേക്കാണെങ്കിൽ മറ്റേ സ്ട്രാൻഡിൻ്റെ പൊളാരിറ്റി 3'ൽ നിന്നും 5'ലേക്കായിരിക്കും. അപ്പോൾ ഇത് 5' അല്ലെങ്കിൽ 5' എന്ന് പറയുന്നു. 5' 3' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണിത്. ഇത് 3' 5' ഓറിയൻറ്റേഷനിലുള്ള സ്ട്രാൻഡാണ്. അതായത് the 2 chains have anti-parallel polarity. ഇനി അടുത്ത ഫീച്ചറിലേക്ക് വരാം. The bases in 2 strands are paired through hydrogen bonds, forming base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, അഡിനൈൻ തൈമിനുമായിട്ട് 2 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്തിരിക്കുന്നു. ആ പെയറിനെ വിളിക്കുന്ന പേരാണ് AT ബേസ് പെയർ എന്ന് വിളിക്കുന്നു. അതുപോലെ ഇവിടെ സൈറ്റോസിൻ ഗ്വാനൈനുമായിട്ട് 3 ഹൈഡ്രജൻ ബോണ്ട് കൊണ്ട് പെയർ ചെയ്തിരിക്കുന്നു. ഈ പെയറിനെ വിളിക്കുന്ന പേരാണ് CG ബേസ് പെയർ. അഡിനൈൻ പെയേഴ്സ് വിത്ത് തൈമിൻ ബൈ 2 ഹൈഡ്രജൻ ബോണ്ട്സ് ആൻഡ് സൈറ്റോസിൻ പെയേഴ്സ് വിത്ത് ഗ്വാനൈൻ ബൈ 3 ഹൈഡ്രജൻ ബോണ്ട്സ്. അടുത്ത ഫീച്ചറിലേക്ക് വരാം, 4ാമത്തെ ഫീച്ചറിലേക്ക് വരാം. The 2 chains are coiled in a right-handed fashion. ഇപ്പോൾ 2 ചെയിനും റൈറ്റ് ഹാൻഡ് സൈഡിലേക്കാണ് കോയിൽ ചെയ്തിരിക്കുന്നത്. The pitch of the helix is 3.4 നാനോമീറ്റർ. അപ്പോൾ ഒരു ചുറ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, ഒരു കംപ്ലീറ്റ് ചുറ്റിൻ്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് that is 3.4 നാനോമീറ്റർ അല്ലെങ്കിൽ 34 ആങ്സ്ട്രോം. The pitch of the helix is 3.4 നാനോമീറ്റർ
അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 10⁻⁻⁹ മീറ്റർ ആണ്. ആൻഡ് ദെയർ ആർ റഫ്ലി 10 ബേസ് പെയേഴ്സ് ഇൻ ഈച്ച് ടേൺ. ഒരു ടേണിൽ 10 ബേസ് പെയേഴ്സ് അപ്രോക്സിമേറ്റ്ലി ഉണ്ടാകും. Consequently, the distance between a base pair in a helix is approximately equal to 0.34 നാനോമീറ്റർ. അപ്പോൾ ഒരു 2 ബേസ് പെയറുകൾ തങ്ങളിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.34 നാനോമീറ്റർ അല്ലെങ്കിൽ 3.4 ആങ്സ്ട്രം എന്നുള്ള യൂണിറ്റിലും വിശേഷിപ്പിക്കാം. ഫിഫ്ത്ത് ആയിട്ടുള്ള ഫീച്ചർ, ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദി അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. അപ്പോൾ DNA ചുറ്റിയെടുക്കുമ്പോഴത്തേക്കും റൈറ്റ് ഹാൻഡ് കോയിൽഡ് ആയിട്ട് വരുമ്പോഴത്തേക്കും ഒരു ബേസ് പെയറിൻ്റെ മുകളിലായിട്ട് അടുത്ത ബേസ് പെയർ വരും. ദ പ്ലെയിൻ ഓഫ് വൺ ബേസ് പെയർ സ്റ്റാക്സ് ഓവർ ദ അതർ ഇൻ എ ഡബിൾ ഹെലിക്സ്. മറ്റതിനെ കവർ ചെയ്തുകൊണ്ട് വരുന്ന രീതിയിൽ അടുത്ത ബേസ് പെയർ ഇങ്ങനെ ചുറ്റി വരും. This in addition to hydrogen bonds confers stability of the helical structure. അപ്പോൾ ഇത് DNA-ക്ക് ഹൈഡ്രജൻ ബോണ്ടിനെ കൂടാതെ മറ്റൊരു സ്റ്റെബിലിറ്റി കൊടുക്കാൻ കാരണമായിട്ട് മാറും ഈ ബേസ് പെയറുകൾ സ്റ്റാക്ക് ഓവർ ചെയ്ത് വരുന്നത്. ഫീച്ചേഴ്സ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് മേഡ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. The 2 chains have anti-parallel polarity. It means if one chain has the polarity 5' to 3', the other has 3' to 5'. The bases in 2 strands are paired through hydrogen bond. Hydrogen bonds forms base pairs. Adenine forms 2 hydrogen bonds with thymine from opposite strand. Similarly, guanine is bonded with cytosine with 3 hydrogen bonds. The 2 chains are coiled in a right-handed fashion. The pitch of the helix is 3.4 nanometer, that is 10⁻⁻⁹ meter, and there are roughly 10 base pairs in each turn. Consequently, the distance between a base pair in a helix is approximately equal to 0.34 nanometer. The plane of one base pair stacks over the other in a double helix. This, in addition to hydrogen bonds, confers stability of the helical structure. For more video lessons, please subscribe TLB's biology classes. Thank you.